പല സിനിമകളും പ്രതീക്ഷ പോലെ വർക്ക് ആവാതെ പോകണ്ടായിരിക്കും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തതെന്നുള്ളത്. എന്നാൽ കണ്ടിന്യൂസ്ലി പടങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിനൊരു തിരിച്ചൊരു റിട്ടേൺ കിട്ടുക എന്നുള്ള സംഭവം ഉണ്ടോ? നമ്മൾ ചെയ്തു പക്ഷെ നമ്മളെ തിരിച്ചറിയപ്പെടുക, നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയുക എന്നുള്ള സാധനം. അപ്പൊ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ്? കുറച്ചുകൂടെ ഒന്ന് നോക്കി തെരഞ്ഞെടുക്കാനാണോ അതെയോ വരുന്നത് ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ തന്നെയാണോ? വരുന്നത് ചെയ്യാന്നുള്ളതല്ല, അത് പണ്ടും അങ്ങനെയല്ല. നമ്മൾ ചിലപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കണക്ട് ആവുന്നതുകൊണ്ടാണ് ആ സിനിമകളൊക്കെ ചെയ്ത സിനിമകളെല്ലാം. ബട്ട് അത് എല്ലാ സിനിമയും വർക്ക് ആവണമെന്നില്ല, നമ്മൾ വിചാരിക്കുന്ന എല്ലാ സിനിമയും പോകണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇനി അങ്ങോട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മാറണം. ഈ അരുൺ എന്നുള്ള ക്യാരക്ടർ ഇത്രയും കാലം കണ്ടതുപോലത്തെ ഉള്ള ഒരാളല്ലാത്ത സംഭവങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനായിരിക്കും കൂടുതൽ പ്രിഫറൻസും പ്രയോറിറ്റിയും കൊടുക്കാറ്. ഈ സ്വയം എവിടെ പ്ലേസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പം എവിടെ പ്ലേസ് ചെയ്യുന്നു ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? എന്തായിട്ട് പ്ലേസ് ചെയ്യുന്നു? നായകൻ, വില്ലൻ, സഹനടൻ, മേ ബി ഒരു കൊമേഡിയൻ, എന്തായിട്ടായിരിക്കും മേ ബി? മലയാളത്തിലൊരു നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ പ്ലേസ് ആവണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ പലപ്പോഴും, അതായത് എനിക്ക് തോന്നുന്നൊരു കുറെ കാലം മുമ്പേ, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിന് മുമ്പൊക്കെ തന്നെ ചെയ്ത ഇന്റർവ്യൂവിൽ പോലും ഞാൻ പറയുന്നത് എനിക്ക് വിജയരാഘവൻ സാറിനെ പോലെയും അല്ലെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആവുക അല്ലല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, എനിക്കിപ്പം ഞാൻ ചെയ്യാത്ത സംഭവങ്ങൾ ചെയ്യണം, അത് എക്സ്പ്ലോർ ചെയ്യണം, അത് കൂടുതൽ മാറ്റങ്ങളോടെ കൂടി ചെയ്യാൻ പറ്റുന്നത് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ അതായത് നല്ലൊരു ആക്ടർ എന്താണെങ്കിലും എന്ത് കൊടുത്താലും ആയിരിക്കും എന്നുള്ളൊരു രീതിയിൽ എത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ പണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സിനിമ മോശമാണ് പക്ഷെ ജഗദീഷ് ശ്രീകുമാർ ഗംഭീരമായിട്ടുണ്ട്, സിനിമ മോശമാണ് പക്ഷെ വിജയരാഘവൻ സൂപ്പർ ആയിട്ടുണ്ട്. അവർ ഒരിക്കലും ഒരു സിനിമകളിലും മോശമാകുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള നടന്മാരുടെ. മലയാളത്തിൽ ഒരു നടന്മാരും അങ്ങനെ ആവുന്നില്ല. മിക്കവാറും ഉള്ളവരെല്ലാരും എനിക്കറിയാം, ഞാൻ കണ്ടു വളർന്നതും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ പേരെടുത്ത് പറഞ്ഞപ്പോ ഞാൻ ആ രണ്ടുപേരെ പരാമർശിച്ചുള്ളൂ. നമ്മുടെ നടന്മാരെല്ലാരും സൂപ്പറാണ്. എന്റെ ചെറുപ്പം തൊട്ടേ എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറയും, എന്റെ കൂടെ എല്ലാ സ്ഥലത്തും വന്ന അച്ഛനാണ്. അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറയും, ഈ ചില സിനിമകൾ നമുക്ക് അറിയാൻ പറ്റും, ചെല്ലുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് എന്തോ പാളിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ അപ്പൊ ഞാൻ അങ്ങനെ അച്ഛാ ഇത് പ്രശ്നമാണല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അതൊന്നും നോക്കണ്ട, നീ നിന്റെ കാര്യം കറക്റ്റായിട്ട് നോക്കുക. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കും. നമുക്ക് ആ സിനിമ കാണുമ്പോൾ സിനിമ മോശമാണെങ്കിൽ എന്താണെങ്കിലും അതൊക്കെ പ്രേക്ഷകന്റെ അഭിപ്രായത്തിന് വിടുക, പക്ഷെ അവൻ മോശമാണെന്ന് പറയരുത് എന്നുള്ളത് മാത്രം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ടോട്ടാലിറ്റിയിൽ വരുമ്പം ഒരുപാട് ഫാക്ടേഴ്സ് വരുമല്ലോ, ഫാക്ടേഴ്സ് ചിലപ്പം വർക്കാവാം, നമ്മുടെ കയ്യിലല്ല ആക്ച്വലി. ഈ നേരത്തെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞു പ്രേമം കാണാൻ വേറെ സംസ്ഥാനത്ത് പോയി, വേറെ തിയേറ്ററിൽ വേറെ കുറെ ദൂരം പോയി. അങ്ങനെ ഒരു സിനിമ എന്റെ പരിചയത്തിലുള്ള ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ചില ഈ ഹോളിവുഡ് മൂവീസ് അല്ലെങ്കിൽ ചില വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് കോയമ്പത്തൂർ തിയേറ്ററിലൊക്കെ പോയിരുന്നു അത് കാണാൻ വേണ്ടി മാത്രം അവിടെ പോകുന്ന, ഹൈദരാബാദ് പോകുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുക, സിനിമ കാണാൻ വേണ്ടി? എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ ട്രിവാൻഡ്രത്ത് ഏരീസിൽ വലിയ സ്ക്രീൻ വന്നപ്പോഴത്തേക്കും ചില സിനിമകൾ അവിടെ നിന്ന് തന്നെ കാണണമെന്ന് തീരുമാനിച്ച് പോകാൻ. പിന്നെ ഈ പറഞ്ഞ ഐമാക്സ് വന്നപ്പോഴത്തേക്കും ഐമാക്സിലേക്ക് പോവുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കോയമ്പത്തൂർ അങ്ങനെ ഇങ്ങനെ അതിനു വേണ്ടി അങ്ങനെ പോയിട്ടില്ല. സിനിമ കാണുമ്പം മാക്സിമം കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളതിൽ കാണുക, അതിൽ കുറഞ്ഞ് കാണണ്ട. ബെസ്റ്റ് നമുക്ക് വേറെ തിയേറ്ററിലുണ്ടാവും, അവിടെ ടിക്കറ്റ് ഇഷ്ടം പോലെ കാണും, അത് വേണ്ട, ഇത് മതി, ഇതിൽ തന്നെ കാണാന്നുള്ളതുണ്ട്. അങ്ങനെയാണ്. ഇത് തന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ഡെസ്റ്റിനേഷൻ നോക്കി ഇപ്പൊ ചില എത്ര കിലോമീറ്റർ ഓടിയാലും അവിടെ കിട്ടുന്ന കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ചില മസാല ദോശകൾ കഴിക്കുക, അല്ലെങ്കിൽ ചില ബീഫ് കറികൾ കഴിക്കുക, അങ്ങനെ ഈ ഫുഡിന് വേണ്ടി യാത്ര നമ്മള് ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം ചോദ്യമുണ്ട്, ഞാൻ ബാലിയിലൊക്കെ പോയ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രാവൽ ചെയ്ത് എത്തുന്ന സ്ഥലത്തുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക്. ഞാൻ നേരത്തെ അങ്ങനെ എവിടെ പോയിരുന്നാലും, ഇപ്പൊ കേരളത്തിന്റെ എവിടെയാണെങ്കിലും, ഇപ്പൊ നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രം, അവിടെ എനിക്ക് ചോറ് വേണം അല്ലെങ്കിൽ ഈ കേരള ഫുഡ് വേണം, എനിക്ക് ഒന്നുമില്ല. എനിക്ക് അവിടുത്തെ ഫുഡ് കഴിക്കുക, അവിടുത്തെ ഈ പറഞ്ഞ പാവ് ഭാജി, അവിടുത്തെ എനിക്ക് ബോംബെയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ നോർത്ത് ഇന്ത്യൻ പാവ് ഭാജി ഇവിടെ കിട്ടുന്ന പോലെയല്ല, അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ അവിടുത്തെ ഫുഡ് കൂടുതൽ കഴിക്കുക, അതില് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാന്നുള്ള ഒരാളാണ്. അതാണ് കഴിച്ചതിൽ വിയേർഡ് ആയിട്ടൊരു ഫുഡ് പറഞ്ഞ ഏതായിരിക്കും?
എനിക്ക് ഒന്ന് വിയറ്റ്നാമിൽ പോയപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ഇതുണ്ടായിരുന്നു. അത് വിയേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് നമുക്ക് ഭയങ്കര പ്രശ്നം. ഞാൻ വിയേഡായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മള് നമ്മള് നോർമലി അതന്നെ കഴിക്കാത്ത ഒരു സാധനം കഴിച്ചിട്ടില്ല. എന്താ കഴിച്ച ഇല്ല, അവിടുത്തെ നമ്മള് ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും എല്ലാം കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റും ഇതുമായിട്ട് നമുക്കൊരു എന്തോ ഒരു, ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യും. ഈ മറ്റേ പ്രോൺസ് ഒക്കെ അവര് അതേപോലെ വേവിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കും, ബട്ട് സ്റ്റിൽ അത് കഴിച്ചു നോക്കും ഞാൻ. അപ്പൊ വിയേർഡായിട്ടുള്ള സാധനത്തിലേക്കൊന്നും പോയില്ല. അതെനിക്ക് എന്റെ അനിയത്തി പക്ഷെ അതേപോലത്തെ കാര്യത്തിലൊക്കെ നോക്കും. ട്രൈ ചെയ്തിട്ടുണ്ട്. അവള് തായ്ലാൻഡിലൊക്കെ പോയിട്ട് ഈ മുതലേക്ക് എന്താണ് ടേസ്റ്റ് ചോദിച്ചത്? ഏയ് നോർമല് മീറ്റ് പോലെയൊക്കെ തന്നെ, ചിക്കൻ പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ടേസ്റ്റ്. അങ്ങനെ എന്താ ഞാന് ശരിക്കും പറഞ്ഞ ഞാൻ പോയ സ്ഥലത്തുനിന്ന് അങ്ങനത്തെ ഫുഡ് സ്ട്രീറ്റിലേക്ക് ഞാൻ അധികം പോയില്ല. അതുകൊണ്ടായിരിക്കണം ചിലപ്പം മനസ്സിന് എന്ത് തോന്നുന്നു അറിയില്ല. അപ്പം അവരുണ്ടാക്കി വെക്കുന്ന രീതി കണ്ടിട്ട് ചിലപ്പോ നമുക്ക് കഴിക്കാൻ തോന്നുന്നു. അതെ, ശരിയാണ്. നല്ല മണമൊക്കെ അടിച്ചു കഴിയുമ്പോ പറയാൻ പറ്റില്ല. ഈ ഒരുപാട് യാത്ര സിംഗിൾ ആയിട്ടാണോ? ചില ഫോട്ടോയിൽ ഞാൻ വൈഫുമായിട്ട് പോകുന്നത് കണ്ടു. എങ്ങനെ കൂടുതൽ യാത്ര ചെയ്യുന്നത് സിംഗിൾ ആയിട്ടാണ്? അല്ല, വൈഫുമായിട്ടായിരിക്കും കൂടുതൽ. നമ്മള് ഇന്റർനാഷണൽ ട്രിപ്പുകളെല്ലാം വൈഫായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ശ്രുതി എന്നാണ് വൈഫിന്റെ പേര്. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യും എവിടെ പോകണം എന്നുള്ള പ്ലാൻ ചെയ്ത് അതിൽ നമ്മൾ സോർട്ട് ചെയ്ത് ഡെസ്റ്റിനേഷൻസ് നോക്കി ഇന്ന സ്ഥലത്ത് പോകാം. ബാലി പോകണമെങ്കിൽ ബാലിയിൽ ഇന്ന സ്ഥലങ്ങൾ കാണണം, മസ്റ്റായിട്ട് കാണണം, അല്ലെങ്കിൽ പോകണമെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാനിങ്ങിനോട് കൂടിയാണ് ഇപ്പോഴും ട്രാവൽ. വൈഫ് ഏത് ഫീൽഡാണ്? അത് IT മേഖലയിൽ. ട്രിവാൻഡ്രം അല്ല, പുള്ളിക്കാരി പാലക്കാട് നിന്നാണ്. ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്താണ്. നിന്ന് ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? എന്തായിരിക്കും അത്? ഞാൻ മിക്കവാറും ട്രിവാൻഡ്രത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് ടപ്പന പോകാൻ വന്നിട്ട് എവിടെയെങ്കിലും പൊന്മുടി അല്ലെങ്കിൽ നമ്മള് ആലപ്പുഴ അങ്ങനെയൊക്കെ പോയി അവിടെ ഫ്രണ്ട്സ്, അതൊക്കെ ചിലപ്പം പെട്ടെന്നുള്ള പ്ലാനൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. അപ്പൊ അത് ടപ്പന പോവുക, അവിടെ അത് വേറെ ഒന്നുമല്ല, ആലപ്പുഴ പോയി മറ്റേ ഷാപ്പിലെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കുക, അവിടെ ഒന്ന് ചില്ല് ചെയ്ത് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരിക. സുഖമാണല്ലേ? നാടൻ ഫുഡിനോട് വളരെ താല്പര്യമുള്ള ആളാണ്. ഈ ലൈഫിൽ ഒരു നമ്മൾ പോകുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് വർക്കൗട്ട് ആവാത്ത ചില സമയങ്ങൾ വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും വർക്കൗട്ട്. ഇപ്പൊ നമ്മൾ സിനിമ നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം പല പടങ്ങളും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വർക്കൗട്ട് ആവുന്നില്ല. എന്നാൽ ഒരു മെയിൻ സ്ട്രീം സിനിമകളുടെ ഭാഗമല്ലാതെ ആ സിനിമകളൊക്കെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ വർക്കൗട്ട് ആ സിനിമകൾ നമ്മൾ ആരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന സിനിമകളുണ്ട്. നമ്മൾ ഏറ്റവും ഹിറ്റ് ആവുന്ന മെയിൻ സ്ട്രീം സിനിമകൾ മാത്രമാണ് ചർച്ചകൾ, പേരുകൾ പരാമർശിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ മാറിപ്പോകുന്നു. അപ്പം നമുക്കൊരു പരിഗണനയിലേക്ക് എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു പ്ലാൻ ബി ലൈഫിലുണ്ടോ എന്തെങ്കിലും? ഏത് കാര്യത്തിലാണല്ലോ ഒരു പ്ലാൻ ബി കൊണ്ടു നടക്കുന്ന ആളാണ്? പ്ലാൻ ബി ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സിനിമ തന്നെയാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ്. വർഷത്തിൽ 3 പടം എന്ന് പറയുന്നത് വലിയ ഇതല്ലല്ലോ. അപ്പം ചെയ്യുമ്പോഴും പ്ലാൻ ബി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോയിട്ടില്ല. എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അച്ഛൻ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഒരു ഷോപ്പുണ്ട്. അത് ഞാനിപ്പം കഴിഞ്ഞൊരു വയ്യാതിരിക്കുകയായിരുന്നു. അച്ഛൻ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചുപോയായിരുന്നു. അപ്പം അതിനുശേഷം അച്ഛൻ വയ്യാതായ തൊട്ട് അച്ഛൻ്റെ ഒരു ഷോപ്പുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇരിക്കുന്ന കടയാണ്. ഞാൻ വീട്ടിൽ ഹാർഡ്വെയർ, പൂജപ്പുര തന്നെ ഹാർഡ്വെയർ, ഒരു ഇരുമ്പ് കട, സാധാരണ ഒരു ചെറിയ കടയാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നിരിക്കാറില്ല. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. ചെറുപ്പം മുതലേ കട നോക്കിയിട്ടുള്ളത്, നിന്നിട്ടുള്ളത് കൊണ്ടൊക്കെ അറിയാം. അത് ഒരു പാരലലി മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് അച്ഛൻ 40 വർഷമായിട്ട് നടത്തിയൊരു സ്ഥാപനമാണ്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതൊരു പ്ലാൻ ബി എന്നല്ല, ബട്ട് അത് എപ്പോഴും കാണും. അത് ഫാമിലി അതേ രീതിയിൽ അങ്ങനെ പോവാണ്. സിനിമ തന്നെയാണ് എപ്പോഴും പ്രയോറിറ്റി. സിനിമയെ വിട്ടിട്ട് ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സിനിമയിൽ അഭിനയം മാത്രമല്ല വേറെ മേഖലയെ നോക്കാത്തത്. അതിന് സമയം വരും.